ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സെറ്റ് ഓഫ് ടു. ഇന്ന് നമുക്ക് വെനസ്ഡേ സീസൺ 2 റിവ്യൂ ആണ്. ടിം ബർട്ടന്റെ വെനസ്ഡേ എന്നുള്ള സീരീസ് നെറ്റ്ഫ്ലിക്സിന് തന്നെ ഒരുപാടധികം അക്ലെയിം കിട്ടിയ അല്ലെങ്കിൽ പോപ്പുലാരിറ്റി നേടിക്കൊടുത്ത സീരീസുകളിലൊന്നാണ്. ഒരു ഹൈസ്കൂൾ ഡ്രാമ, പക്ഷേ മേക്ക് ഇറ്റ് വെരി സ്പൂക്കി ആൻഡ് സ്കെയറി. പക്ഷേ അതിൻ്റെ ഒരു സ്കെയറിനെസ് ഒന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ളൊരു കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് കൊമീഡിക് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുമാണ്. ആ രീതിയിലുള്ള ഒരുപാട് എന്താ പറയുക ഡൈക്കോട്ടമി ഉള്ളൊരു അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ വെനസ്ഡേ എന്നുള്ള പെൺകുട്ടിയും വെനസ്ഡേ എന്നുള്ള പെൺകുട്ടിയുടെ ജെന്ന ഓർട്ടഗയുടെ ഒരു പോർട്രേയലും ഗോമസ് ഫാമിലിയും ആ ഒരു സ്കൂളും ഒക്കെ ആളുടെ ഒരു ഡാൻസും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ പോപ്പുലറായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ സീസൺ 2 നമുക്ക് എല്ലാവർക്കും വളരെയധികം ആൻറ്റിസിപ്പേഷനും ഉണ്ടായിരുന്നു. സീസൺ 2 ഏറ്റവും കൂടുതൽ എടുത്തു നിൽക്കുന്ന കഥാപാത്രം വെനസ്ഡേ തന്നെയാണ്. ഈ വെനസ്ഡേ എന്നുള്ള കുട്ടിയുടെ ജെന്ന ഓർട്ടഗ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം ഒരു രക്ഷയില്ലാണ്ടാണ് ആ ഒരു കഥാപാത്രം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരിക്കൽ പോലും ആളുടെ മോശം ഇൻറ്റൻഷൻസിന് നമുക്ക് ഡൗട്ട് ചെയ്യാൻ പറ്റില്ല. അത്രയും നല്ല രീതിയിലാണ് ആൾ മോശമായിട്ട് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇത്തവണ കഴിഞ്ഞ സീസണിൽ പലർക്കും ഉള്ള പരാതിയായിരുന്നു മോർട്ടീഷ്യനെയും ഗോമസിനെയും അത്ര കാണിച്ചില്ല എന്നുള്ളത്. അപ്പോൾ ആളുടെ ഫാമിലിയും ആളുടെ അനിയനും ഒക്കെ ഈ സീസണിൽ ഒന്നും കൂടി വരുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ട ഈനിഡും പിന്നെ വെനസ്ഡേൻ്റെ കൈ തിങ്ങും എല്ലാവരും ഈ സീസണിലും ഉണ്ട്. സ്കൂളിൽ പുതിയ പ്രിൻസിപ്പളും പുതിയ കാര്യങ്ങളും പുതിയ മിസ്റ്ററീസും വന്നതുകൊണ്ട് തന്നെ വന്ന ദിവസം തന്നെ അത് സോൾവ് ചെയ്യാൻ നടക്കലാണ് വെനസ്ഡേയുടെ ഈ സീസണിലെ കഥ വരുന്നത്. കഥയിൽ ആ ഒരു സ്പൂക്കിനെസ് ഫാക്ടർ വളരെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് വെനസ്ഡേൻ്റെ അഡ്വെഞ്ചേഴ്സൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു കഥാതന്തു തന്നെയാണ്. ഒരുപാട് കഥകൾ ഓടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പ്രൊഡക്ഷൻ്റെ വാല്യൂ എന്ന് പറയുമല്ലോ, പ്രൊഡക്ഷനും എല്ലാ കാര്യങ്ങളും കൊണ്ടും തന്നെ ടോപ്പ് നോച്ചിൽ തന്നെയാണ് പോയിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഒരു 3rd എപ്പിസോഡൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ബോറടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇതിൽ മോശമായിട്ട് പറയാനാണെങ്കിൽ ഒരുപാടധികം പുതിയ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ആ ക്യാരക്ടേഴ്സിന് എല്ലാവർക്കും സമയം കൊടുത്തപ്പോൾ എല്ലായിടത്തും കൂടി സ്റ്റോറി ചിതറിപ്പോയ പോലത്തെ ഒരു ഇത് എനിക്ക് തോന്നി. അത് മാത്രമല്ലാതെ എല്ലാവർക്കും വേണ്ടത്ര സമയം കിട്ടാത്ത പോലെ വെനസ്ഡേ സൈഡ് ക്വസ്റ്റുകളിലേക്ക്, ഒരു മെയിൻ ക്വസ്റ്റ് ഇല്ലാണ്ട് സൈഡ് ക്വസ്റ്റുകളിലേക്ക് പോകുന്ന പോലെ നമുക്കൊരു ചില മൊമെൻറ്റുകളിലെങ്കിലും ഫീൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതിൽ ആദ്യം തന്നെ തുടങ്ങുന്നത് വളരെ സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള കാക്കകളിൽ നിന്നാണ്. ഇതൊരു സ്പോയിലറാണ്. അപ്പോൾ കാക്കകൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും, അത് അത്ര ഉണ്ടായിരുന്നുള്ള അല്ലേ എന്നുള്ള പോലെ. 2ാമത്തെ സീസൺ അവർ 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാർട്ടാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ഒരു തോന്നൽ പ്രേക്ഷകർക്ക് തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. ഓവറോൾ ഇറ്റ്സ് എൻ എൻ്റർടൈനിങ് വാച്ച്, പക്ഷേ ഇറ്റ് ഡസൻറ്റ് പാക്ക് ദ പഞ്ച് ദാറ്റ് ദ ഫസ്റ്റ് സീസൺ ഹാഡ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മൾ ഫസ്റ്റ് സീസൺ കണ്ടപ്പോണ്ടായ ഒരു എനർജി ഉണ്ടല്ലോ ഓഡിയൻസിന്, ആ എനർജി ക്ലിയർലി ഈ ഒരു സീസണിൽ മിസ്സിംഗ് ആണ്. പക്ഷേ ഇത് കണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു സീരീസ് തന്നെയാണ്. അതായത് അതൊരു മോശം ഇതെന്ത് ഇങ്ങനെ ആയിപ്പോയെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. ആ ഫസ്റ്റ് സീസണിലെ എക്സ്പെക്റ്റേഷൻസ് ഇവിടെ അത്ര എത്തിയിട്ടില്ല. മേ ബി സെക്കൻഡ് പാർട്ടിൽ ഇങ്ങനെ കിടിലായിരിക്കും, നമുക്കറിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദി ബെൽ ഐക്കൺ ഫോർ മോർ വീഡിയോസ് ആൻഡ് സ്റ്റോറീസ്. ബൈ.